ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ്. ഹോളി സെപ്പിൾക്ർ ദേവാലയം അഥവാ കർത്താവിൻ്റെ കല്ലറ അടങ്ങിയ ദേവാലയം. ലോകത്തിലെ തന്നെ വലിയ ദേവാലയങ്ങളിലൊന്ന്. പഴയ നഗരമതിലുകൾക്കുള്ളിലാണ് ഈ ദേവാലയം. ബസ്സിൽ നിന്നിറങ്ങി നടന്നു വേണം ഇവിടെ എത്തുവാൻ. 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മാതാവ് ഹെലേനയുടെ ആവശ്യപ്രകാരം കുറേ ദേവാലയങ്ങൾ നിർമ്മിച്ചു. ഹെലേന രാജ്ഞി ഇസ്രയേൽ സന്ദർശിച്ചതിനെ തുടർന്നാണ് ഇത്. ഗോൽഗോത്തയുടെ സ്ഥാനത്തെക്കുറിച്ച് ഹെലേന രാജ്ഞി ഒരു സ്വപ്നം കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹഡ്രിയാൻ ചക്രവർത്തി ഇവിടെ ഒരു ദേവാലയം നിർമ്മിക്കുകയും ചെയ്തു. 3 കെട്ടിടങ്ങളാണ് മുഖ്യമായും അവർ നിർമ്മിച്ചത്. കല്ലറയെ മൂടിക്കൊണ്ട് വൃത്താകൃതിയിലുള്ള അനസ്താസിയസ് എന്ന പള്ളി, മാർട്ടൈറിയം എന്ന അതിഗംഭീരമാർന്ന ഒരു ബസലിക്ക, കുരിശുമരണം നടന്ന സ്ഥാനം കേന്ദ്രമാക്കി കാൽവറിയം എന്ന പള്ളി എന്നിവയായിരുന്നു അവ. AD 614 പേർഷ്യക്കാർ ഇവ 3 തകർത്തു. ഏറെ വൈകാതെ പുനർനിർമ്മിച്ചെങ്കിലും 1009 വീണ്ടും തകർക്കപ്പെട്ടു. 1149 കുരിശുയുദ്ധക്കാർ അത് പുനർനിർമ്മിച്ചെങ്കിലും പിൽക്കാലത്ത് ഭൂകമ്പവും അഗ്നിബാധയും യുദ്ധക്കെടുതികളുമൊക്കെ ഉണ്ടായി. 19-ാം നൂറ്റാണ്ടിലെ മിനുക്കുപണികളോടെയാണ് ഇന്നുള്ള ദേവാലയം നിലകൊള്ളുന്നത്. കുരിശിൻ്റെ വഴിയിലെ അവസാന 5 സ്റ്റേഷനുകളും ഒറ്റ മേൽക്കൂരയ്ക്ക് കീഴെയായിട്ടാണ് പുനർനിർമ്മാണം നടത്തിയത്. ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും രസകരമായ സംഭവം ഇതിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാർ ഒരു മുസ്ലിം കുടുംബമാണെന്നുള്ളതാണ്. ദേവാലയം തുറക്കുന്നതും അടയ്ക്കുന്നതും ആ കുടുംബത്തിൻ്റെ പ്രതിനിധിയാണ്. ഈ ചടങ്ങിനെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സെറിമണി എന്ന് വിശേഷിപ്പിക്കുന്നു. ഞങ്ങൾ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. നേരെ പോയത് കർത്താവിൻ്റെ കല്ലറയിൽ സന്ദർശിക്കുവാനാണ്. 1 മണിക്കൂറോളം നീളുന്ന ക്യൂ ആയിരുന്നു അത്. ഓരോരുത്തരെയായാണ് അകത്ത് പ്രവേശിപ്പിക്കുക. കർത്താവിൻ്റെ കല്ലറയിൽ പ്രാർത്ഥിച്ച ശേഷം ഞങ്ങൾ നേരെ പോയത് കാൽവരി കാണാനാണ്. 19 പടിക്കെട്ടുകളാണ് മുകളിലേക്ക്. അവിടെയാണ് കുരിശിൻ്റെ വഴിയുടെ 10, 11, 12 സ്ഥലങ്ങളുള്ളത്. 12-ാം സ്ഥലമാണ് ഗോൽഗോത്ത. ഞങ്ങൾ ക്യൂവിൽ നിന്ന് കർത്താവിൻ്റെ കുരിശ് നാട്ടിയ പാറമേൽ തൊട്ട് പ്രാർത്ഥിച്ചു. ഇനി താഴേക്കിറങ്ങണം. അവിടെയാണ് 13-ാം സ്ഥലം, ഈശോയെ കുരിശിൽ നിറക്കി സുഗന്ധതൈലം പൂശിയ സ്ഥലം. 14-ാം സ്ഥലം ഈശോയുടെ കല്ലറയാണ്. അത് ആദ്യം തന്നെ സന്ദർശിച്ചിരുന്നു. അർമേനിയൻ, എത്യോപ്യൻ, ഗ്രീക്ക് ഓർത്തഡോക്സ്, കാത്തലിക്, കോപ്റ്റിക് എന്നീ വിഭാഗങ്ങളാണ് ഈ ദേവാലയത്തിൻ്റെ കസ്റ്റോഡിയൻസ്. ഇവിടുത്തെ സന്ദർശനം പൂർത്തിയാക്കി ഞങ്ങൾ തിരിച്ച് ബസ്സിലേക്ക് പോയി.